ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, നമുക്ക് വേണമെങ്കിൽ നവീനോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട്. ഓ, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്റെ മമ്മി മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യണം. എന്നെങ്കിലും ഒരിക്കലും മുത്തശ്ശി വിളിച്ചിട്ട് ആ വള ഇവിടെ മോളേന്ന് ചോദിക്കുമ്പോ അത് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ? ആ, ഞാൻ എടുക്കാൻ പോവാ. അയ്യോ കൃഷ്ണൻ, കൃഷ്ണനെ സൂക്ഷിച്ച് നോക്കി. അയ്യോ, അയ്യോ അയ്യോ, തലക്കുറികൾ കൈമാറിക്കോളൂ. എന്നാ ഇനിയിപ്പോ മോതിരമാറ്റം നടത്താല്ലേ? നടക്കട്ടെ. കൂടെ ജീവിക്കേണ്ട ആളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാ. നീ ആരടി പെണ്ണ്? ഇവിടെ സിറ്റിയിൽ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂട്ടത്തില് ജസ്റ്റ് ഒരുത്തി ഈ നിൽക്കുന്ന നിന്റെ ഫ്രണ്ട്സിനെ പോലെ. അല്ലാതെ നിനക്ക് വിശേഷിച്ച പ്രത്യേകതകളൊന്നുമില്ല. ആ പാമ്പ് പൊത്തിലുണ്ടായിരുന്നിട്ടും നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ കൃഷ്ണൻ. നാഗങ്ങളെ സത്യമുള്ളവരാ. അവർക്ക് ആടിപ്പാടാൻ നന്നായിട്ട് കളം വരച്ചവരെ അവരൊന്നും ചെയ്യില്ല. ഈ വളയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതിലൊരു സംശയമില്ല. സുരേന്ദ്രേട്ടാ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ വള ഞാൻ കളയില്ല. ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിശ്ചയം കഴിഞ്ഞോ? കഴിഞ്ഞു തിരുമേനി. എന്നാ നമുക്ക് മടങ്ങാം അല്ലേ? അകത്തേക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോ. വേണ്ട, കാവില് കുറച്ചും കൂടി ജോലി ബാക്കിയുണ്ട്. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഇനി ഭയപ്പെടുക തന്നെ വേണം. ഈ നിശ്ചയപ്രകാരം വിവാഹം നടന്നാൽ അപകടം ഉറപ്പാ. കളരിക്കൽ തറവാടിന്റെ ശാപം അവസാനിച്ചിട്ടില്ല. ഈ തറവാട്ടിലേക്ക് വന്നു കയറുന്ന പെൺകുട്ടിക്ക് മരണം നിശ്ചയം. സർപ്പക്കാവിലെ അനിഷ്ട സംഭവങ്ങൾ അത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. വിധിയുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം നടക്കാതിരിക്കട്ടെ. എന്താ സിനി, എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? ഏയ്, ഒന്നുമില്ല മാഡം. ഈ അവസരത്തിൽ ഇത് പറയണ്ട. തൽക്കാലം ഈ ചടങ്ങ് പൂർത്തിയാവട്ടെ. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ ഒരു ചടങ്ങ് വരെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന്റെ മുഖം കണ്ട നിമിഷം ഇറങ്ങിപ്പോയാലോന്ന് ആലോചിച്ചതാ ഞാൻ. പക്ഷേ മമ്മി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടരുതല്ലോ എന്ന് കരുതിയിട്ടാ ഞാനത് ചെയ്യാതിരുന്നത്. മോളെ, മമ്മി അയാളുടെ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അയാളത് ബോധപൂർവം പെർഫോം ചെയ്യുന്നതാ. ആക്ച്വലി ഹി ഈസ് ചീറ്റിംഗ്. അങ്ങനെയൊന്നും പറയരുത് മാഡം. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? എന്നോട് അയാൾ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സിത്താരയുടെ മകൾ ഗാഥാ ശ്രീനിവാസനെ അയാൾക്ക് നന്നായിട്ട് അറിയാന്ന്. സോഷ്യൽ മീഡിയയിലെ എന്റെ ആക്ടിവിറ്റിയും വിശേഷങ്ങളും വരെ അയാൾ എന്നോട് പറഞ്ഞു. അത്രയും തിരിച്ചറിവുള്ള ഒരാൾക്ക് ടെക്സ്റ്റൈൽസിൽ ഉണ്ടായ വഴക്കിൽ എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലേ? മോളെ,
അത് ചിലപ്പം അയാൾക്ക് മമ്മി അയാളുടെ തിരക്കിനെ കുറിച്ച് എന്നോട് പറയരുത്. അയാൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ ഒരേ ഒരു കാരണം മമ്മിയുടെ സമ്പത്താ. അത് എന്നിലൂടെ അയാളിലേക്ക് ചെന്ന് ചേരുന്നുള്ള അയാളുടെ ബിസിനസ് ബുദ്ധി. പക്ഷേ എന്നെ ചീത്ത വിളിച്ചൊരാളെ, ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ അപമാനിച്ച ഒരാളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് അയാൾ എന്റെ ശത്രുവാ. എന്നെങ്കിലും ഒരിക്കൽ കണക്ക് തീർക്കാനുള്ള ശത്രു. അല്ല മാഡം, എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാരേജ് ആയിരുന്നെങ്കിലോ ചേച്ചി കഴിഞ്ഞിരുന്നത്. മകളെ മാരേജ് ചെയ്തിരിക്കുന്ന ഒരാൾ കുറ്റവാളിയാണെന്നറിഞ്ഞാൽ അച്ഛനമ്മമാർ അത് തിരുത്തില്ലേ? അതോ വിവാഹം കഴിഞ്ഞെന്ന ഒറ്റ കാരണം കൊണ്ട് മകളുടെ ഭാവി നോക്കാതെ അയാൾക്ക് വിട്ടുകൊടുക്കോ? മോളെ, നമുക്ക് വേണമെങ്കിൽ നവീനോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട്. ഓ, എനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്റെ മമ്മി. മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യണം. മമ്മിക്ക് മോളുടെ ഇഷ്ടമാണ് വലുത്. നിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് മമ്മി ഒന്നും ചെയ്യില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട. മോള് ചെല്ല്. എന്നാലും എന്റെ പൊന്നു സാറേ, സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് അതാന്നറിഞ്ഞപ്പോ ഞാനൊരു ഞെട്ടല് കെട്ടി. അല്ല, സാറിന്റെ മുഖത്തും ഉണ്ടായിരുന്നു ഞെട്ടല്. ഇതിനു മുമ്പ് തമ്മിൽ കണ്ട പെൺകുട്ടിയാണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പെട്ടല്ലോ സാറേ, എന്തൊരു അഹങ്കാരാ കൊച്ചിന്. ആ അഹങ്കാരം എന്റെ അടുത്ത് ചെലവാവില്ലെന്ന് ഗാഥാ ശ്രീനിവാസന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. താൻ നോക്കിക്കോ മാണിക്കുഞ്ഞെ, അഹങ്കാരമൊക്കെ തല്ലിക്കുഴിച്ച് അവളെ ഞാൻ തന്റെ മുന്നിൽ നിർത്തി കാണിക്കാം. എന്റെ ഭാവി അമ്മായിമ്മേ. നവീൻ, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറയൂ. നവീൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യങ്ങൾ വളച്ചുകെട്ടലില്ലാതെ പറയുന്നതാണ് നവീൻ ഇഷ്ടമെന്ന്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാം, ഞങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറുകയോ? എന്താ കാര്യം? നിങ്ങൾ എന്റെ മകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? എന്റെ മകൾക്കെതിരായി ഒരു വാക്ക് പറഞ്ഞ ആളെ അവൾക്കോ എനിക്കോ ഉൾക്കൊള്ളാൻ പറ്റില്ല. നിശ്ചയത്തിന് മുമ്പ് എന്തുകൊണ്ട് ഗാഥ ഇത് പറഞ്ഞില്ല? അല്ല, മോതിരം മാറിയതിന് ശേഷമാണല്ലോ നിങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ. അതായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അവിടെ വെച്ച് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യാ? ആക്ച്വലി എന്നെ അപമാനിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവൾ ആ ചടങ്ങ് പൂർത്തിയാക്കിയത് തന്നെ. പക്ഷെ ഇപ്പോ അവൾക്ക് ഈ ബന്ധമേ വേണ്ടെന്ന് അവൾ പറയുന്നു. നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല നവീൻ. ഐ എം റിയലി സോറി. മാം, ജസ്റ്റ് എ മിനിറ്റ്. ഐ ഹാവ് എ റിക്വസ്റ്റ്. എന്താ? എനിക്കൊരു 24 hours ഗാഥയൊന്ന് കൂടെ വിട്ടു തരാമോ? എന്നെ കുറിച്ചുള്ള ഗാഥയുടെ അഭിപ്രായവും ഈ വിവാഹത്തിലുള്ള താല്പര്യക്കുറവും ഞാൻ മാറ്റിത്തരാം. നോ വേ മിസ്റ്റർ നവീൻ.